എവിടെ ഒരു ദിവസം ഓന് ഐസ് കാണാൻ പോവാറിനാണ്ടേ ഇന്നലെ തൂക്കിയെടുത്താണ് അവിടുന്ന്. എന്നിട്ട് ഐസ് വല്ല ഒരു കോപ്പില്ല. ഊട്ടിയിൽ ഐസാണ്. മഴ പെയ്താൽ ഇവിടെ ഐസ് കിട്ടൂല. നമ്മള് വരുമ്പോ തന്നെ നല്ല മഴ ഉണ്ട്. ഇപ്പോഴും രാവിലെ ഒക്കെ ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുള്ളൂ. ഇപ്പത്തെ ഊട്ടിന്റെ കറക്റ്റ് ക്ലൈമറ്റ് പറയാനുണ്ട്. ഇപ്പൊ കാണിച്ചത് ബാക്കിലുണ്ട് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ മസനഗുഡി കല്ലട്ടിച്ചോറുണ്ടല്ലോ, അത് കയറി വരുന്ന ആ ഒരു ഭാഗമാണിത്. അവിടെ ഫുള്ള് ഫോഗാണ്, ഫുള്ള് കോട മൂടിയിൽ പെരും തണുപ്പൊന്നുമില്ല. പറയാൻ മാത്രം 15-16 ഡിഗ്രി ഒക്കെ തണുപ്പുള്ളൂ. പെരും നമുക്ക് ആകെ തണുത്ത് കൈയൊക്കെ വിറങ്ങലിച്ച് കോറി നിൽക്കലുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷയിൽ വന്നതാണ്. ഞങ്ങളിപ്പോ ഈ വണ്ടിന്റെ മേലെ ഐസ് തട്ടിയിടണം, ഐസ് ഗ്ലാസ്സിലാക്കിയാണ് ചൊരണ്ടി ഐസ് ഉണ്ടാക്കണം, ഐസ് പിന്നെ നമ്മള് ഗ്യാസും സ്റ്റൗവൊക്കെ കൊണ്ടുപോകാൻ വന്നിക്കണ്. ആ ഐസ് പൊറുക്കിയാണ്ട് അത് കത്തിച്ച് ചായ ഉണ്ടാക്കണം. ഒരുപാട് പ്ലാനിങ്ങും പ്രതീക്ഷകളുമായി വന്നിട്ട് ഞങ്ങൾ 13 ഡിഗ്രി കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഐസ് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതായത് കുന്തള ഡാം ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ, അങ്ങോട്ട് കുന്തള എന്നാ പറയാ, ഇവിടെയാണ് ഐസ് ഫാൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ ഊട്ടിയിൽ അങ്ങാടിയിൽ സ്റ്റേ എടുത്തിട്ട് അവിടുന്ന് 6 കിലോമീറ്റർ ഓടിയിട്ട് 4 മണിക്ക് ഈച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. അതായത് 7 മണി 8 മണി ആകുമ്പോൾ ഐസ് ഉരുക്കി പോകുന്ന പറഞ്ഞിട്ട് അതിരാവിലെ വന്നിട്ട് ഇരുട്ടത് കാത്തിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഓലിയോട് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഓല് കുറെ ആൾക്കാർ വാരി ഓല് പാക്ക് ആക്കി. അതാണ് ഇവിടെ കാണാതെ. സാധനങ്ങൾ ഓല എടുത്തുണ്ടാവും എന്തായാലും. ഓല് കുറച്ച് നേരത്തെ വന്നേക്കണം, നമ്മൾ വേറെ കുറച്ച് മുന്നേ വന്നേക്കണം. കുറെ ആൾക്കാർ കോയമ്പത്തൂർ ഐസുകൾ വാരിക്കണോ ഇവിടെ അല്ലല്ലോ, തിരുപ്പൂരിന്ന് കോയമ്പത്തൂരിന്ന് പിന്നെ കേരളത്തിൽ ഐസ് ഫാൾ പ്രതീക്ഷിക്കാണ്ട് വന്ന ഞങ്ങളെ ഊട്ടി സ്വീകരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസും കൂടെയാണ് ഊട്ടി ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തന്നത്. ഐസ് ഫാളൊന്നും കിട്ടാതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് അടുത്തത് ഇനി എങ്ങോട്ട് പോകുന്നില്ല ഒരു ചർച്ച ഞങ്ങൾ ഇട്ടത്. ആ സമയത്താണ് കിണ്ണക്കോര റൂട്ടൊന്ന് പിടിച്ചാലൊന്നുമില്ല ഒരു അഭിപ്രായം വന്നത്. പക്ഷേ കിണ്ണക്കോര റൂട്ട് അടഞ്ഞു കിടക്കുന്ന റൂട്ടായതുകൊണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്താവുന്നില്ല ഒരു പ്ലാനും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങളെല്ലാവരും ഒറ്റ മൈൻഡിൽ കിണ്ണക്കോര പിടിക്കാന്നില്ല ഒരു തീരുമാനമായി. ഇനി അഥവാ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്നില്ല ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം കിണ്ണക്കോരയിൽ നിന്ന് തിരിച്ചു പോന്നാലും, അതായത് മാഞ്ചൂര് വരെയുള്ള റൂട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മുതലാവുന്ന ഒരു റൂട്ടാണ്. ആ ഒരു വഴിക്ക് പോയ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് മനസ്സിലാവും. കാരണം അത്രയും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും കാടുകളും ടെമ്പിളുകളും, എന്താ പറയുക, ഒരു വേറെ തന്നെ എസ്തെറ്റിക് മൂഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കിണ്ണക്കോര മാഞ്ചൂര് റൂട്ട് എന്ന് പറയുന്നത്. കിണ്ണക്കോരയ്ക്ക് യാത്ര തിരിച്ച് ഏകദേശം ലൗഡയിൽ എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഫുള്ള് ഫോഗും കോടയൊക്കെ ആയിട്ട് ഒരു വേറെ തന്നെ മൂഡ്. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ വണ്ടി നിർത്തിയാണ്ട് ഒരുപാട് വണ്ടിയുടെയും ഞങ്ങളുടെയും ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് സെറ്റാക്കി. കാരണം ഈ ഒരു ക്ലൈമറ്റ് പിന്നെ കിട്ടുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് അപ്പം തന്നെ അത് പകർത്തുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തലില്ല. അത് ഏത് കാലത്തും ഏത് സമയത്തും ഏത് സീസണിൽ പോയാലും അവിടെ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടും. ഒരു പ്രത്യേക അനുഭവം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലൈമറ്റ്. എന്തെങ്കിലും ഒന്ന് കിട്ടാതെ നമ്മൾ ഊട്ടിയിൽ നിന്ന് സാധാരണ തിരിച്ചു പോകലില്ല. ഏകദേശം 40ഓളം പ്രാവശ്യമാണ് ഞങ്ങൾ ഊട്ടിയിൽ ഇന്ന് വരെ പോയിട്ടുള്ളത്. പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ തള്ളാന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് ഒരുപാട് മുമ്പ് ഊട്ടിയിൽ വരൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 40ഓളം പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഊട്ടിയിൽ നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഏകദേശം 50-60 കിലോമീറ്ററാണ് ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോരയ്ക്ക് എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് വ്യൂ പോയിന്റുകളും തേയിലത്തോട്ടങ്ങളും കാടുകളുമായിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു 60 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഇത്രയൊരു വെറൈറ്റി കാഴ്ചകൾ കിട്ടുന്ന ഒരു ഏരിയ ഊട്ടിയിൽ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ ഒരുപാട് അനിമൽ സൈറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് വരെ ഒരുപാട് കാട്ടുപോത്തിന് ആനകളൊക്കെ കാണുന്ന സൈറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ കിണ്ണക്കോര. ഈ ഒരു പോക്കിൽ നമുക്ക് അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടം ഊട്ടിയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമാണ്. കാരണം അത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് എടുത്ത് പറയേണ്ട ഒരു സംഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അടച്ചിട്ട കിണ്ണക്കോരയിലേക്ക് വീണ്ടും പോകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.